നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെഡ്ജിങ്ങിന്റെ സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ നമ്മൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പുട്ട് ഉപയോഗിച്ച് പുട്ട് ബൈ ചെയ്ത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമ്മൾ ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി ഹെഡ്ജിങ്ങിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സീരീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു സ്റ്റോക്കിനെ, പോർട്ട്ഫോളിയോനെ അല്ല സ്റ്റോക്കിനെ കോൾ ഉപയോഗിച്ച് എങ്ങനെ കവർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിന്റെ പേര് എന്താണ്? കവേഡ് കോൾ. നമുക്കൊരു എക്സ്ട്രാ ഇൻകം, ഒരു ക്യാഷ് ഇക്വലന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഒരു ക്യാഷ് ഒരു സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അത്യാവശ്യം ബൾക്കായിട്ടുള്ള എമൗണ്ടില്. അതിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് കവേഡ് കോൾ എന്ന് പറഞ്ഞ മെത്തേഡ്. അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? സെയിം സ്റ്റോക്കിന്റെ ഒ ടി എമ്മിലുള്ള ഒരു കോളാണ് സെല് ചെയ്യേണ്ടത്. ഒരു കോൾ ഓപ്ഷൻ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒ.ടി.എം കോളിൽ നിന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ടൈറ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആണ് എടുക്കുന്നത്. ഒരു ടൈറ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് 3530 എന്ന് പറഞ്ഞ, ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ മാർക്കറ്റ് പ്രൈസ് 3530 എന്ന് പറഞ്ഞ പ്രൈസിലാണ്. ഇതിന്റെ ഒരു 175 ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കവേഡ് കോൾ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനൊപ്പം തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? സെയിം ടൈറ്റാൻ എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ തന്നെയാണ് നമ്മൾ കോൾ സെല് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എത്രയാണ് ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോളാണ് സെല് ചെയ്യേണ്ടത്. അപ്പം അത് നമുക്ക് 3530 ഇപ്പൊ മാർക്കറ്റിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദ മണി കോൾ എന്ന് പറയുന്നത് എത്രയാണ്? 3530 കൂടുതലുള്ള സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു കോൾ നമുക്ക് സെല് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ജൂൺ എക്സ്പയറിയിലാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3600 സി എന്ന് പറയുന്നത്, നമ്മുടെ 3600 സി എന്ന് പറഞ്ഞാൽ നമുക്ക് ജൂൺ മന്തിലെ കോൾ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രീമിയം എത്രയാണ്? ഇപ്പൊ നിലവിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് 38 ആണ്. ലോട്ട് സൈസ് 175 ആണ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പൊസിഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നു, ഒപ്പം നമ്മുടെ കയ്യിൽ അതിന്റെ ക്യാഷ് ഇക്വലന്റ് ആയിട്ട് ഇങ്ങനെ ഒരു പൊസിഷൻ നമ്മുടെ കയ്യിൽ ഉണ്ട്. 3530 175 ക്വാണ്ടിറ്റി ഉണ്ട്. ഈ മാർക്കറ്റ് ഓരോ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് അത് ബെനിഫിഷ്യൽ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം മാർക്കറ്റ് ഒരിടത്തായിട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരിടത്തായിട്ട് മൂവ് ചെയ്തില്ല, എൻട്രി എടുത്തിട്ട് ഈ സീരീസ് തീരുന്നിടം വരെ ആ ഒരു സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് ഒരു മാറ്റങ്ങളും വരില്ല, സീറോ. ഇവിടെ എത്ര സംഭവിക്കും? നമ്മുടെ 3600 സി എന്നത് ഔട്ട് ഓഫ് ദ മണിയിൽ തന്നെ നിൽക്കും. നമ്മുടെ 3530 അടുത്താണ് ക്ലോസിംഗ് വരുന്നതെങ്കിൽ ഈ 38 രൂപ പ്രീമിയം നമുക്ക് കിട്ടും. കോള് സെല്ല് ചെയ്താ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് സീറോ ആയി മാറും. അപ്പൊ നമുക്ക് 38 രൂപ പ്രോഫിറ്റ് കിട്ടും. 38 ഇൻറ്റു 175. അപ്പൊ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയേനെ? 6650 രൂപ പ്രോഫിറ്റ് കിട്ടിയേനെ. അതായത് മാർക്കറ്റ് ഒരിടത്തായിട്ട് മൂവ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഈ ഒരു രണ്ട് പൊസിഷനും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ്? നെറ്റ് 6650 രൂപ നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടിയേനെ. ഇങ്ങനെ ഒരു രണ്ട് പൊസിഷനും എടുത്തിരുന്നെങ്കിൽ, ഇതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പൊസിഷനും കൂടെ എടുത്തിരുന്നെങ്കിൽ. അതെല്ലാം മറിച്ച് മാർക്കറ്റ് കുറച്ച് താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോകുന്ന ഒരു 3492 എന്ന് പറഞ്ഞ പ്രൈസിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു 38 രൂപ നഷ്ടം വന്നേനെ. ഇൻറ്റു 175 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു 6650 രൂപയുടെ നഷ്ടം വന്നേനെ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെയും നമുക്ക് ഇത് താഴോട്ട് പോരും. ഇവിടെ എത്രയാണ്? 38 എന്ന പ്രീമിയത്തിൽ നിന്ന് അവിടെയും അത് സീറോ ആയാണ് മാറുന്നത്. അപ്പൊ ഇവിടെ എത്ര പ്രീമിയം വന്നേനെ? ഇവിടെ പ്രീമിയം സീറോ ആയി മാറിയേനെ. അപ്പൊ അവിടെ എത്രയാണ്? 3492 അണ്ടർലൈൻ അസറ്റിന്റെ പ്രൈസ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അവിടെയും പ്രീമിയം സീറോ ആയി മാറിയേനെ. ഇവിടെ നമുക്കൊരു 38 രൂപ, ഇവിടെ നമുക്ക് ഒരു 38 രൂപ കിട്ടിയേനെ. ഇൻറ്റു 175 നമുക്ക് 6650 രൂപയാണ് ഇവിടെയും കോളിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ടോട്ടലായിട്ട് നെറ്റ് ചെയ്യുന്ന സമയത്ത് -6650 നമുക്ക് ഇവിടെ ഒരു സീറോ, ഒരു പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. അതായത് മാർക്കറ്റ് 3530 നിന്ന് 3492 വരെ പോന്നിട്ടും നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല.
അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് സി ഉണ്ട്, അവിടെ വരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി 3492 താഴോട്ട് പോരുകയാണ്, കുറച്ച് കൂടുതൽ താഴോട്ട് പോരുവാണ്. നമുക്കൊരു 3430 എന്ന ഒരു 100 രൂപ താഴോട്ട് വന്നു. അതായത് ഇവിടെ നിന്ന് 100 താഴോട്ട് വന്നു. ഇവിടെ എത്രയാണ്? 100 ഇൻറ്റു 175 രൂപ, 175 ക്വാണ്ടിറ്റി, നമുക്കൊരു 17,500 രൂപ നമുക്കിവിടെ ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടം വന്നേനെ താഴോട്ട് പോകുന്നിരുന്നെങ്കിൽ. അപ്പൊ 17,500 ഇവിടെ എന്ത് സംഭവിച്ചേനെ? ഇവിടെയും അണ്ടർലൈൻ അസറ്റിന്റെ പ്രൈസ് എത്ര വന്നേനെ? 3430 ക്ലോസിംഗ് വരുന്നതെങ്കിൽ ഇവിടെയും പ്രീമിയം എത്രയാണ്? 0 തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ എത്ര രൂപയാണ് ഇവിടെയും കിട്ടുന്നത്? 38 രൂപയാണ് കിട്ടുന്നത്. 38 ഇൻറ്റു 175, ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രൈസ് എത്രയാണ്? 6,650. അപ്പം ഒത്തിരി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 17,000 രൂപ നഷ്ടമായി, 17,500 നഷ്ടം വന്നു. ഇവിടെ 6,650 രൂപ നമുക്ക് കോൾ സൈഡിൽ നിന്ന് കിട്ടി, കുഴപ്പമില്ല. എന്നാലും നമുക്ക് നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് -10,850 രൂപ നമുക്ക് നെറ്റ് ലോസ് ഉണ്ടായേനെ. ഓക്കെ, അപ്പൊ ഇത് താഴോട്ട് പോരുന്ന സിനാരിയോ ആയി. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു 38 രൂപ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു 3,568 ഈ ഒരു സ്റ്റോക്ക് ക്ലോസിംഗ് തന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമുക്ക് ഇവിടെ നിന്ന് ഒരു 38 രൂപ ഗെയിൻ ഉണ്ടായേനെ. നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂല് ഇൻറ്റു 75 നമുക്കൊരു 6,650 രൂപ നമുക്ക് ഇവിടെ നിന്ന് ഗെയിൻ ഉണ്ടായേനെ. അതേ സമയത്ത് നമ്മുടെ 3,568 പോയി. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയാണ്? ഇവിടെ 0 തന്നെയാണ് പ്രീമിയം വരുന്നത്, 3,600 വരെ പോയില്ല. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടും ഇവിടെ 38 രൂപ നമുക്ക് കിട്ടും. 38 ഇൻറ്റു 175, 6,650 രൂപ കിട്ടിയേനെ. ഇപ്പൊ ടോട്ടലായിട്ട് ഇവിടെ 6,650, ഇവിടെ 6,650 കിട്ടിയേനെ. ടോട്ടലായിട്ട് 13,300 പ്ലസ് 13,300. അപ്പൊ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി. 13,300, അവിടെ 6,600, ഇവിടെ 6,650 കിട്ടി, 13,300 രൂപ കിട്ടിയേനെ. ഇനി കുറച്ചും കൂടെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു 3,600 എന്ന പ്രൈസിലേക്കാണ് പോകുന്നത്. 3,600 എന്ന റീജിയനിലാണ് ക്ലോസിംഗ് തരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ്? ഇവിടെ നമുക്ക് ഒരു 12,250 രൂപ, അതായത് 12,250 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേനെ. അതേ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചേനെ? ഇവിടെ പ്രീമിയം മുകളിലേക്ക് പോയി 3,600 ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അവിടെയും നമുക്ക് പ്രീമിയം എത്രയാണ്? ഇവിടെ പ്രീമിയം 0 തന്നെയാണ്. ഇവിടെ എത്ര കിട്ടിയേനെ? ഇവിടെയും 38 രൂപ ഇൻറ്റു 175 നമുക്ക് 6,650 രൂപ കിട്ടിയേനെ. ഇവിടെ എന്താണ്? കൊള്ളാം, അവിടെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് പോകുന്നുണ്ട്. 18,900 എന്ന പ്രോഫിറ്റിലേക്ക് പോയത്. ഇത് കൂടുതലായിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ 3,700 വരെ പോയി. 3,700 വരെ പോയി. സ്റ്റോക്കിന്റെ പ്രൈസ് ഈ ജൂൺ മാസം ആകുമ്പോഴത്തേനും നമുക്ക് 29,750 രൂപ കിട്ടിയേനെ. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വാല്യൂവിൽ ഗെയിൻ ഉണ്ടായേനെ. ഇവിടെ എന്ത് സംഭവിച്ചേനെ? 3,700 ചെല്ലുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്ദമണിയിൽ പോയാണ് ക്ലോസ് ചെയ്ത്. 3,600 എന്ന് പറഞ്ഞ സ്ട്രൈക്ക് പ്രൈസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 100 രൂപ, 3,600 3,700 പോകുമ്പോൾ അതിന്റെ പ്രൈസ് ഒരു 100 രൂപ ഇന്ദമണിയിൽ അതിന്റെ വാല്യൂ ആയി പോയേനെ പ്രീമിയം. 100 ആകുമ്പോൾ നമുക്ക് 38 നിന്ന് 100ലേക്ക് പോയി. അപ്പൊ നമ്മൾ കോള് സെല്ലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് നഷ്ടം വരും. എത്ര നഷ്ടം വരും? ഒരു -62 രൂപ നഷ്ടം വന്നേനെ. ഇൻറ്റു 175 നമുക്ക് 10,850 രൂപ, 10,850 രൂപ നമുക്ക് ഈ ഒരു സിനാരിയോയിൽ നഷ്ടം വന്നേനെ. 10,850. ഇവിടെ നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ 29,750 10,850 കൂടെ നെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോൾ നമുക്ക് 12,900 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ക്യാഷ് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കോഡ് സെല് ചെയ്ത് വെച്ചു. സെയിം ക്വാണ്ടിറ്റി ഒരു മന്ത്ലി എക്സ്പയറി എടുത്തു. നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഒരു കോഡ് സെല് ചെയ്തു. സെയിം സ്റ്റോക്കിന്റെ നമ്മുടെ പ്രീമിയം 38 രൂപയാണ് കിട്ടിയത്. അപ്പൊ ഈ ഒരു 38 രൂപ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് എത്ര താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ 38 രൂപ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മാർക്കറ്റ് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഈ 38 രൂപ കിട്ടും. മാർക്കറ്റ് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ആ 38 രൂപ കിട്ടും. മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് 3,600 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രീമിയം കൂടി പോകാൻ തുടങ്ങുന്നത്. അപ്പൊ 3,600 അല്ല, 3,638 ആണ് നമ്മുടെ ബ്രേക്ക് ഇവൻ. അതായത് 3,638 ഈ ഒരു ലെവല് വരെ നമുക്ക് ആ പ്രീമിയം കിട്ടുന്നുണ്ട്. അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കോള് സെല് ചെയ്തതിന് നഷ്ടം വരുള്ളൂ. അപ്പൊ ഇത്രയും സിനാരിയോയിൽ നമുക്ക് ഈ കോളിൽ നിന്ന് എക്സ്ട്രാ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു റീജിയണിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടും. മാർക്കറ്റ് അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺ കിട്ടുന്നുണ്ട്. മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ആ ഒരു സ്റ്റോക്ക് ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റിനെ നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. അപ്പൊ
ഇതിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല എന്ന്. അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഏണിംഗ് ഓപ്പർച്യൂണിറ്റി കവേഡ് കോളിൽ കുറഞ്ഞു പോവാണ്. നമ്മുടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്. ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ ഇങ്ങനെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ. കാരണം നമുക്ക് കോള് ഒരുപാട് മുകളിലേക്ക് ടൈറ്റാന്റെ സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ആ ഒരു സമയത്ത് കോളിൽ ഒരുപാട് നഷ്ടം ഉണ്ടാവും. ആ ഒരു സമയത്ത് ക്യാഷ് ഇക്വലന്റിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടെ നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ലിമിറ്റഡ് പ്രോഫിറ്റിൽ നിൽക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ബട്ട് അൺലിമിറ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ സൈഡ് ഉണ്ട്. താഴോട്ട് പോരുവാണെങ്കിൽ ഈ കവറിംഗ് കോഡ് വെച്ച് എത്ര വരെ പ്രൊട്ടക്ട് ചെയ്യാം? നമുക്കൊരു 3092 വരെ നെറ്റ് ചെയ്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അതിന് താഴോട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോസ് കൂടി കൂടി പോകും. ഈ താഴോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് അൺലിമിറ്റഡ് ലോസ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കവേഡ് കോൾ നല്ലൊരു മെത്തേഡാണ്. അത് നമുക്ക് നമ്മുടെ ക്യാഷ് ഇക്വലന്റിന് ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അവർക്ക് അതിന്റെ ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഈക്വൽ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സി സെല്ല് ചെയ്ത് നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഇൻകം അച്ചീവ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് പ്രൈസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നല്ലൊരു കാര്യമാണ് ഈ ഒരു കവേഡ് കോൾ എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് കവേഡ് കോൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയാണ് ഡൗൺ സൈഡ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ടോട്ടലായിട്ട് നമുക്ക് സ്റ്റോക്കിനെ ലോക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുപോലെ തന്നെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്നുള്ളത് മാറി നമുക്കൊരു ലിമിറ്റഡ് പ്രോഫിറ്റിൽ നിൽക്കും. ബട്ട് നമുക്ക് എക്സ്ട്രാ ഇൻകം ഇവിടെ നിന്ന് ഈ ഒരു എക്സ്ട്രാ ഇൻകം ഇവിടെ ഈ കിടക്കുന്ന എല്ലാ എക്സ്ട്രാ ഇൻകത്തിന്റെയാണ്. ഇവിടം വരെ എക്സ്ട്രാ ഇൻകം ആണ്. ഈ ഒരു ഏത് റീജിയണിൽ മാർക്കറ്റ് ക്ലോസിംഗ് എന്ന് കഴിഞ്ഞാലും ഈ ഒരു കോള് എന്നത് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് തരും. അത് നമുക്ക് എക്സ്ട്രാ ഇൻകം ആയിട്ട് എടുക്കാം. ആ എക്സ്ട്രാ ഇൻകം എടുത്ത് ഇതിന് നമുക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു മെത്തേഡാണ് ഹെഡ്ജിങ്ങിൽ. സ്റ്റോക്കിൽ ഇങ്ങനെ ചെയ്യാം. ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് നമുക്ക് കവേഡ് കോൾ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പോർട്ട്ഫോളിയോനെ എങ്ങനെ കവേഡ് കോൾ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഓരോ സിനാരിയോയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതനുസരിച്ച് രണ്ട് പൊസിഷന്റെയും ടോട്ടൽ ആയിട്ടുള്ള വാല്യൂ എന്താണ് വരുന്നതെന്ന് കാണിച്ചു തരുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ്ജിങ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സെറോദ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിങ്ങിന് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സെൻസിബിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നിച്ച് ഈക്വൽ ആയിട്ട് എൻട്രീസ് ഒക്കെ എടുത്തു പോകാൻ പറ്റും. ഇതുപോലെ തന്നെ പേ ഓഫ് ചാർട്ടും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു മെത്തേഡാണ്. നല്ലൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് സെറോദയിൽ വരുന്നത്. ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, താങ്ക് യു.